അങ്ങനെയുള്ള സന്ദർഭത്തിൽ വാസ്തവത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും കുടിവെള്ളത്തിന് വിഷമിക്കുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള റോഡ് ഡെവലപ്മെന്റിനോടൊപ്പം തന്നെയോ നമുക്ക് കുടിവെള്ള പദ്ധതികളുടെ നടത്തിപ്പ് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജലനിധി പദ്ധതി കടലാമറ്റത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു. ആ പദ്ധതിയിൽ 39 ഉപഭോക്തൃ സമിതികൾ വിവിധ വാർഡുകളിലായി ഉണ്ടാക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും മിക്ക പ്രദേശങ്ങളിലും ഈ പദ്ധതി വ്യാപിക്കുന്നു. 2000-ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു. കുടുംബങ്ങളിൽ അതിപ്പോൾ വലിയ കാര്യം എന്താ, 2000-ഓളം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നു, പൈപ്പ് വാട്ടർ. അതിനുവേണ്ടിയാണ് 39 ഉപഭോക്തൃ സംഘങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു പദ്ധതി, ഇത്ര പ്രയോജനകരമായ ഒരു പദ്ധതി കടപ്ലാമറ്റ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എന്റെ എളിയ സഹകരണവും സഹായവും ഈ പദ്ധതി കൂടി ഉണ്ടാകുന്നതിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് MLA ശ്രീ മോൻസ് ജോസഫിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സഹകരണം വളരെ വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ ജോസ് കെ മാണി MPയും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടേതായ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഫാദർ വിൽസൺ നിറകണ്ടത്തിൽ അദ്ദേഹമാണ് ഇതിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സഹായികൾ നമുക്ക് ബോധന തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബോധന സംഘടന, അവർ ഈ രംഗത്ത് വളരെ പരിചയമുള്ള ആളുകളാണ്. അപ്പൊ ആ സംഘടനയുടെ മേൽനോട്ടവും നമുക്ക് ഉണ്ട്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.